ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അസ്ത്രത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇവിടെ ഇതിന് അസ്ത്രം എന്നാണ് പറയുന്നത്, മറ്റിടങ്ങളിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ വെട്ടുചേമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ ചേമ്പ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം കാച്ചിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഞാൻ കുക്കറിലല്ല വെക്കുന്നത്, സാധാ ചട്ടിക്കകത്താണ് വെക്കുന്നത്. കുക്ക് ചെയ്യുന്നത് കുക്കറിനകത്താണെങ്കിൽ വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല, ചെറിയ കഷ്ണങ്ങളായാലും മതി. അപ്പോൾ ഞാൻ ചട്ടിക്കകത്ത് എല്ലാം അരിഞ്ഞെടുത്തത്. ഇനി അതിലേക്ക് അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം. ഈ ചട്ടി ആകുമ്പം വെള്ളം പെട്ടെന്ന് വലിയും, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങയും 5-6 ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് മാത്രം അരച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വേവുന്ന കാച്ചിലും ചേമ്പും ആയതുകൊണ്ടാണ് ഞാൻ ചട്ടിക്കകത്ത് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കഴിയും. അപ്പോൾ ഇത് നന്നായിട്ട് വേവുന്ന കഷ്ണം ചേമ്പും ആയതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്ത് വെച്ചത്. ഇനി നമുക്ക് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുക. അങ്ങനെയാണ് അസ്ത്രം വെക്കുന്നത്. നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം അലിഞ്ഞ് ചേരും. അങ്ങനെ എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. എന്നിട്ട് ആ ജാറ് കഴിയെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്, ഒരു കുറച്ച് മാത്രം വെള്ളം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം. അരപ്പൊന്ന് വേവണ്ടായോ? അത് വെന്ത് ഈ കഷ്ണമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. അരപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് സിമ്മിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പുകയെടുത്ത് ചുവ വരും. ഇനി 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തുടഞ്ഞ് എല്ലാം ചേർന്നിട്ടുണ്ട്. ആ ചേമ്പൊക്കെ പെട്ടെന്ന് വെന്ത് ചേർന്നിട്ടുണ്ട്. കാച്ചിലിൻ്റെ മണ്ടഭാഗമായി ഞാൻ എടുത്തത്, അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് ഉടഞ്ഞ് ചേരാനുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കി അതും അങ്ങ് ഉടഞ്ഞ് ചേർന്നോളും. ഇനി നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാൻ. ഈ ഉഴുന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കറിവേപ്പില മറ്റു മുളകും കൂടി ഇട്ട് കൊടുത്ത് അത് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കഞ്ഞിക്കും ചോറിനും കൂട്ടാൻ പറ്റിയ അസ്ത്രം റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്ക് കോമ്പിനേഷനാണ് ഈ അസ്ത്രം. അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെ ആകുമ്പോൾ അസ്ത്രവും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.